ഈസി കേക്ക്സിൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. ഇന്നത്തെ വീഡിയോയിൽ ഒരു ക്രിസ്മസ് കേക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുട്ടികൾക്ക് ക്രിസ്മസ് ദിവസത്തിൽ ഒരു ഗിഫ്റ്റ് എന്ന നിലയ്ക്കാണ് ഈ ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ ഈസി കേക്ക്സിൻ്റെ ക്രിസ്മസ് ആശംസകൾ. ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ക്രിസ്മസ് തീമിലാണ്. ഇതിനാവശ്യമായിട്ട് ഒരു കപ്പ് മൈദ, അതിലേക്ക് അര കപ്പ് ലൈറ്റ് കൊക്കോ പൗഡർ. ഇനി ഡാർക്ക് കൊക്കോ പൗഡറാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് മതിയായിരിക്കും. അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 പിഞ്ച് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് അരിച്ചെടുക്കണം. അറ്റ്ലീസ്റ്റ് 3 പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ കേക്ക് നന്നായിട്ട് സോഫ്റ്റ് ആവുള്ളൂ. ഇത് ബേസിക് ചോക്ലേറ്റ് സ്പഞ്ചാണ് കേട്ടോ, അപ്പോൾ ശ്രദ്ധിച്ചിരിക്കണം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 4 മുട്ടയാണ് എടുക്കുന്നത്. ഈ 4 മുട്ടയും നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ആദ്യത്തെ 1 മിനിറ്റ് മീഡിയം സ്പീഡിലിട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ പതഞ്ഞ് പൊങ്ങി വരണതായിട്ട് നമുക്ക് കാണാം. അതിനുശേഷം മാത്രം 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ വാനില എസൻസ് ചേർക്കുമ്പോൾ തീരെ മുട്ടയുടെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ കേക്കിൽ. അതുപോലെ നല്ല ഒരു ഫ്ലേവറും കൊടുക്കും. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട 1/2 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാരയാണ്. പൊടിച്ച പഞ്ചസാരയുടെ അളവാട്ടോ 1/2 കപ്പ്. കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് പൊടിച്ച പഞ്ചസാര ചേർക്കുമ്പോൾ എല്ലായിടത്തും തെറിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്, അപ്പോൾ സൂക്ഷിച്ച് അടിക്കുക. ഈ ബാറ്ററിലേക്ക് ഈ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് ചേർന്ന്, അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് അടിക്കുക. ഈ ബാറ്റർ നന്നായിട്ട് പൊങ്ങി വരണം. ഇനി നമുക്ക് ചേർക്കാനുള്ളത് സൺഫ്ലവർ ഓയിലാണ്. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർത്തതിന് ശേഷം അധികം അടിക്കരുത്. ഓയിൽ ചേർത്ത് ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം ബീറ്റർ പതുക്കെ ഓഫ് ചെയ്യുക. 1/4 കപ്പ് അളവിലാണ് കേട്ടോ ഈ ഓയിൽ ചേർക്കേണ്ടത്. ഇപ്പം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ബാറ്റർ. ഇനി ബീറ്റർ സ്റ്റോപ്പ് ചെയ്യാം. ഇനി 3/4 കപ്പ് അളവിൽ ചൂടുവെള്ളം എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ കോഫി പൗഡർ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ബാറ്ററിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുക, കോഫി ആഡ് ചെയ്യുക. അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കുക. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. ഡ്രൈ ഇൻഗ്രീഡിയൻസും കോഫിയും ഓൾട്ടർനേറ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കുക. ഏറ്റവും അവസാനത്തേക്കായിട്ട് കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മാറ്റി വയ്ക്കണം. കോഫി മുഴുവനായിട്ട് ചേർത്തതിന് ശേഷം ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അവസാനം ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കുക. അവസാനമായിട്ട് 1 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. ഞാൻ ഗ്യാസ് സ്റ്റോപ്പിലാണ് ഇന്ന് ബേക്ക് ചെയ്യാൻ വയ്ക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഗ്യാസിൽ ബേക്ക് ചെയ്തെടുക്കാം. ഒരു 7 ഇഞ്ച് ബേക്കിംഗ് ട്രേ ആണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. എനിക്ക് കുറച്ച് ഹൈറ്റുള്ള കേക്ക് വേണമായിരുന്നു, അതുകൊണ്ടാണ്. ഒരു സ്ക്വയർ വെച്ചിട്ട് എയർ എല്ലാം കളയുക, അല്ലെങ്കിൽ ഒരു സ്പൂണിൻ്റെ അറ്റം വെച്ചായാലും മതി. അതിനുശേഷം നന്നായിട്ട് ടാപ്പ് ചെയ്യണം. ഇതാണ് എൻ്റെ ഓവൻ സെറ്റപ്പ്. ഒരു വലിയ കടായി, അതിൻ്റെ അകത്തേക്ക് ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ബേക്കിംഗ് ട്രേ വയ്ക്കുക.
നമ്മളൊരു ലോ ഫ്ലെയിമിലിട്ടാട്ടോ ബേക്ക് ചെയ്യണത്. നന്നായിട്ട് ബേക്ക് ചെയ്ത് വരും. 40 മിനിറ്റ്സാണ് എനിക്ക് ബേക്കിംഗ് ടൈം എടുത്തത്. നല്ല സോഫ്റ്റ് സ്പഞ്ചാണ് എനിക്ക് കിട്ടിയത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആണെന്ന്. ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്തെടുക്കണം. 3 ലെയറായിട്ട് നമുക്ക് ഈ കേക്ക് കട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. 3/4 കപ്പ് വെള്ളവും 6 ടേബിൾ സ്പൂൺ ഷുഗറും ചേർത്താണ് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രോസ്റ്റ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുൻപാണ് ഷുഗർ സിറപ്പ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് വിവോയുടെ വിപ്പിംഗ് ക്രീമാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. 1 കപ്പ് ഞാൻ ഓൾറെഡി വിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത 1 കപ്പ് നമുക്ക് എങ്ങനെയാണ് വിപ്പ് ചെയ്യുന്നതെന്ന് കാണാം. കുട്ടികൾക്കായിട്ടുള്ള കേക്ക് ആയതുകൊണ്ടാണ് ഞാൻ 2 കപ്പ് വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യുന്നത്. സാധാരണ 1.5 കപ്പ് വിപ്പിംഗ് ക്രീമൊക്കെ മതിയായിരിക്കും. വിവോയുടെ വിപ്പിംഗ് ക്രീം ബിഗിനേഴ്സ് ആണെങ്കിലും നന്നായിട്ട് വിപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. ക്രീം ലൂസായി പോവേ ഓവർ വിപ്പാവേ ഒന്നും ചെയ്യില്ല. ബിഗിനേഴ്സിനൊക്കെ പറ്റിയൊരു ക്രീമാണ്. നമ്മുടെ വിപ്പിംഗ് ക്രീം സ്റ്റിഫായി തുടങ്ങി. ഇനി ഹൈ സ്പീഡിലിട്ടിട്ട് നന്നായി അടിക്കുക. എല്ലാ സ്ഥലവും കവർ ചെയ്ത് അടിക്കണം കേട്ടോ. സെൻറ്ററും സൈഡും എല്ലായിടത്തും അടിക്കണേ. വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫായി കിട്ടിക്കഴിഞ്ഞാൽ ഫ്രോസ്റ്റിംഗ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. വിപ്പ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് കുറച്ച് സമയം, ഒരു 15-20 മിനിറ്റൊക്കെ നമ്മൾ ഫ്രീസറിൽ ഇത് വയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സ്റ്റിഫായി കിട്ടും. ഫ്രോസ്റ്റിംഗ് നമുക്ക് ക്ലിയർ ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പം ഏകദേശം വിപ്പായി വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് അടിച്ചെടുക്കുക. നന്നായിട്ട് വിപ്പായി വന്നിട്ടുണ്ട്. ബ്ലേഡ് മൂവ് ചെയ്യാൻ കുറച്ച് പ്രയാസമായിരിക്കും നന്നായിട്ട് വിപ്പായി കഴിയുമ്പോൾ. കണ്ടില്ലേ, ഇപ്പം എല്ലാം സ്റ്റിഫായിട്ട് നല്ല ക്രീം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രോസ്റ്റ് ചെയ്യാൻ തുടങ്ങാം. എല്ലാ ലെയറിലേക്കും ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ടേൺ ടേബിളിലേക്ക് ഫസ്റ്റ് ലെയർ വയ്ക്കുക. വിപ്പിംഗ് ക്രീം ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് കുറച്ചുകൂടി എളുപ്പം ഇങ്ങനെ ഫ്രോസ്റ്റ് ചെയ്യാനാണ്. അല്ലാതെ നേരിട്ടും നമുക്ക് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്യാം. ബിഗിനേഴ്സിൽ ഇതൊരു നല്ല മെത്തേഡാണ് ഫ്രോസ്റ്റിങ്ങിന്. ഇതൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതോ ഗനാഷോ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ കുറച്ച് ഗനാഷ് ഉണ്ടായിരുന്നു. അപ്പം ഞാനിവിടെ ഗനാഷാണ് അപ്ലൈ ചെയ്യുന്നത്. അതും ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. 1/4 കപ്പ് ചോക്ലേറ്റും 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമും ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് ഗനാഷ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കിനി അടുത്ത ലെയർ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കണം. ഇതൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുക. വീണ്ടും ക്രീം നന്നായിട്ട് തേച്ച് കൊടുക്കുക. ഇങ്ങനെ 3 ലെയറും ചെയ്തെടുക്കുക. അത് കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ അതിലേക്ക് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു ക്രിസ്മസ് കേക്ക് ആയതുകൊണ്ട് ഞാനൊരു ക്രിസ്മസ് ട്രീ വരച്ചിട്ടുണ്ട്. മെറി ക്രിസ്മസ് എന്ന് എഴുതിയിട്ടുണ്ട്.
കുട്ടികൾക്ക് ഇഷ്ടമാണ് റെയിൻബോ സ്പ്രിങ്കിൾസ്, അപ്പോൾ അത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയിരിക്കുന്നത് ചോക്ലേറ്റ് ഗനാഷ് വെച്ച് അതിൻ്റെ ബോർഡറൊക്കെ ചെയ്ത് നടുക്ക് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ പൈപ്പിംഗ് ബാഗ് ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനുകളൊക്കെ വരച്ചു കൊടുക്കാം. കുട്ടികൾക്കായിട്ടുള്ള കേക്ക് ആയതുകൊണ്ട് കുറച്ച് അധികം ക്രീം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. സാധാരണ ഡിസൈനുകളിൽ നിന്ന് വ്യത്യാസപ്പെടുത്തിയിട്ടുള്ള ഒരു ഡിസൈനാണിത്. കുറച്ച് ഹൈറ്റുള്ളൊരു കേക്കാണിത് കേട്ടോ.